അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുത്തല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും നീ മാറ്റിത്തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നീ നൽകണേ റബ്ബേ. ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കു റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ ഇൻഷാ അല്ലാഹ് 100% ഞാൻ ഉറപ്പു തരികയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ കടക്കെണിയിൽപ്പെട്ട് അത് ഇനി എങ്ങനെ വീട്ടും എന്ന് അറിയാതെ ജീവിതത്തിൽ വലിയ വിഷമം അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എത്ര വലിയ കടമാണെങ്കിലും അത് നിങ്ങൾക്ക് വീടിക്കിട്ടും. ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ കാരണം തന്നെ എന്നോട് ധാരാളം ആളുകൾ പറയുന്ന കാര്യമാണ്. ഉസ്താദെ, വളരെ വളരെ വലിയ കടക്കണിയിൽപ്പെട്ടിരിക്കുകയാണ് ഉസ്താദെ, എന്തെങ്കിലും പരിഹാരമാർഗം ഉണ്ടോ ഉസ്താദെ? ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം എന്നൊക്കെ പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ ചില ആളുകളൊക്കെ കളിയാക്കിക്കൊണ്ടും മറ്റും കമൻറ്റിലൂടെയും മറ്റുമൊക്കെ പറയുന്ന കാര്യമാണ്, എന്നാൽ ഈ ദിക്റുകളും ഈ സൂറത്തുകളുമൊക്കെ ഓതിക്കൊണ്ട് വീട്ടിലിരുന്നാൽ പോരെ, പണം വീട്ടിലേക്ക് വരില്ലേ, ജോലിക്ക് പോകുന്നത് എന്തിനാ എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെയൊക്കെയും എനിക്ക് പറയാനുള്ളത്, എത്രയോ ആളുകളുണ്ട് രാവും പകലുമില്ലാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും അവർ കടക്കാരാകുന്നവർ. അതുപോലെ തന്നെ ധാരാളം ആളുകളുണ്ട് പല പല ബിസിനസ്സുകൾ ചെയ്ത് ആ ബിസിനസ് പരാജയപ്പെട്ട് വലിയ കടക്കണിയിൽ പെടുന്നവർ. വർഷങ്ങളോളം ഗൾഫിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ജോലി ചെയ്ത് നാട്ടിലേക്ക് വരാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർ കടക്കാരാകുന്ന ധാരാളം ആളുകളുണ്ട്. മാത്രമല്ല എത്രയോ ആളുകളുണ്ട് പല കഴിവുകളുമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, സാമ്പത്തികമായിട്ട് പണമുണ്ടാക്കാനുള്ള എല്ലാ അറിവുകളുമുള്ള എത്രയോ ആളുകളുണ്ട് ജീവിതത്തിൽ ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ വർഷങ്ങളോളം ജോലി ചെയ്തിട്ടും പല ബിസിനസ്സുകൾ ചെയ്തിട്ടും പണമുണ്ടാക്കാനുള്ള പല മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടും പല കഴിവുകൾ നമുക്ക് ഉണ്ടായിട്ടും നമ്മൾ ഒരിക്കലും സാമ്പത്തികമായിട്ട് ജീവിതത്തിൽ ഉയർന്നോളണമെന്നില്ല, നമ്മൾ വലിയ പണക്കാരൻ ആയിക്കോളണമെന്നില്ല. എല്ലാം അല്ലാഹുവിൻ്റെ തീരുമാനം പോലെയാണ് നടക്കുകയുള്ളൂ. നമ്മൾ വലിയ അഹങ്കാരത്തോടു കൂടിയും അഹംഭാവത്തോടു കൂടിയും എല്ലാത്തിനും മതിയായവനാണ് എന്ന് നമ്മൾ അഹങ്കരിച്ച് നടന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിജയിക്കില്ല. നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് വിജയിക്കണമെങ്കിൽ അത് എല്ലാം അല്ലാഹു നമുക്ക് നൽകിയാൽ മാത്രമേ നമുക്കത് സാധിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ജോലിക്കൊന്നും പോകാതെ ഉസ്താദ് പറഞ്ഞു തരുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളും ദിക്റുകളും സ്വലാത്തുകളും ദുആകളുമൊക്കെ ചെയ്ത് വീട്ടിലിരുന്നാൽ പോരെ, പണം ഇങ്ങോട്ട് വരില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും നല്ല ബറക്കത്ത് ഉണ്ടാകാനും അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്തിൽ പണത്തിൽ നിങ്ങൾക്ക് നല്ല ബറക്കത്തുണ്ടാകുവാനും നല്ല ഉയർച്ച ഉണ്ടാകുവാനും ആ പണം നിങ്ങൾക്ക് മറ്റു പല നിങ്ങൾ പോലും അറിയാത്ത ചിലവുകൾ വന്ന് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും
ഒക്കെ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പല മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കരുത്. നമ്മൾ ജോലിക്ക് പോവുകയും നമ്മൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയുമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന ജോലി എളുപ്പമാകുകയും നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ട് നമുക്ക് കിട്ടുന്ന ശമ്പളം നമുക്ക് ജീവിതത്തിൽ മതിയാകുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് മറ്റു ഉയർന്ന ജോലി നമുക്ക് നൽകുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സിൽ നമുക്ക് വലിയ ഉയർച്ച നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നമുക്ക് വിജയിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ആഖിറത്തിലും നമുക്ക് വലിയ വിജയം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാമ്പത്തികമായിട്ട് നല്ല ഉയരാൻ വേണ്ടി നോക്കിയിട്ടും ധാരാളം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വലിയ വലിയ ജോലികൾ ചെയ്തിട്ടും രാവും പകലുമില്ലാതെ ജോലികൾ ചെയ്തിട്ടും പല പല ബിസിനസ്സുകൾ ചെയ്തിട്ടും ഒന്നും നമ്മൾ ഉയരില്ല. നമുക്ക് എന്നും പരാജയമായിരിക്കും. ജീവിതത്തിൽ വലിയ വലിയ കടക്കണിയിൽപ്പെട്ട് അവസാനം നമുക്ക് കടങ്ങൾ വീടാതെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന രീതിയിലേക്കെത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുക. നാമൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും, സ്കൂളുകളിലും, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലുമൊക്കെ നമ്മൾ കണ്ടുവരാറുള്ളതാണ്. ചില ആളുകൾ, അവരെ കാണുമ്പോൾ നമുക്ക് തോന്നും അവർ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കില്ല എന്ന്. അവർക്ക് എന്നും പരാജയമായിരിക്കും, അവർക്കൊരു കഴിവുമില്ല എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ധാരാളം ആളുകളെ നമ്മൾ കണ്ടുവരാറുണ്ട്. നമ്മെയും സമൂഹത്തെയുമൊക്കെ ഞെട്ടിക്കുന്ന രീതിയിൽ അവർ വലിയ ഉന്നത പദവിയിലും വലിയ ഉന്നത സ്ഥാനത്തിലുമൊക്കെ എത്തുന്ന ആളുകൾ, സാമ്പത്തികമായിട്ടൊക്കെ വലിയ ഉയർച്ച ഉണ്ടാകുന്ന എത്രയോ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾ ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാകും എന്ന് ഉറപ്പിച്ച ആളുകൾ ജീവിതത്തിൽ വലിയ പരാജയം നേരിട്ട ധാരാളം ആളുകളുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവരെ വലിയ പണക്കാരനാക്കുന്നതും വലിയ പണക്കാരനായിട്ടുള്ള ആളുകളെ വലിയ കടക്കാരനാക്കുന്നതും ജീവിതത്തിൽ ദാരിദ്ര്യം നൽകുന്നതും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നതുമൊക്കെ സർവശക്തനായ അല്ലാഹുവാണ്. അതുകൊണ്ട് നമ്മൾ കരുതുന്നത് പോലെ ഒരു കാര്യവും നടക്കില്ല. എല്ലാ കാര്യവും അല്ലാഹു തീരുമാനിച്ചതുപോലെയാണ് നടക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടമില്ലാതെ, ഒരു രോഗവുമില്ലാതെ, ദാരിദ്ര്യമില്ലാതെ, സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടായി, നല്ല സന്തോഷവും സമാധാനവും ഉണ്ടായി, എല്ലാ കാര്യത്തിലും നല്ല ബറക്കത്തുണ്ടായി, നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹുവിനോട് പറയണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകുകയുള്ളൂ. അതുകൊണ്ട് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു വട്ടം ഓതിയാൽ തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് തരുകയാണ്, നിങ്ങളുടെ എല്ലാ കടങ്ങളും വീടാനുള്ള, സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള പല മാർഗങ്ങളും, നിങ്ങൾ പോലും ചിന്തിക്കാത്ത പല വഴികളും അള്ളാഹു നിങ്ങൾക്ക് തുറന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ കാര്യം ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനെ നല്ലതുപോലെ നോക്കുവാനും, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്കാരെ സഹായിക്കുവാനും, നിങ്ങളുടെ അയൽവാസികളെ സഹായിക്കുവാനും, പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുവാനുമൊക്കെ നിങ്ങൾക്ക് പണമുണ്ടാകും.
എത്രത്തോളം നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള സമ്പത്തായിരിക്കും, പണമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഓതണം. പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, അള്ളാഹുവിനെ വർണ്ണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയ സൂറത്താണ് ഇത്. എല്ലാവർക്കും കാണാതെ അറിയുന്ന, എല്ലാവരും ധാരാളം പാരായണം ചെയ്യുന്ന, എന്നാലോ ധാരാളം ആളുകൾക്കും ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠതകളെയും മഹത്വങ്ങളെയും അറിയാതെ പോയ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരു ചെറിയ സൂറത്താണ് ഇത്. ഈ ഒരു ചെറിയ സൂറത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുർആനിലെ 10 ജുസ് നമ്മൾ ഓതിയതിൻ്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുക. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് നമ്മൾ 3 പ്രാവശ്യം ഓതിയാൽ നമുക്ക് പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതി തീർത്തതിൻ്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുക. അപ്പോൾ നിങ്ങളുടെ കടങ്ങൾ വീടുവാൻ വേണ്ടിയിട്ടും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും ജീവിതത്തിൽ പണത്തിനൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സമ്പത്തിൽ നല്ല ബറക്കത്ത് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഇത് ഓതേണ്ട രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ഓതേണ്ടത് നിങ്ങൾ വീട്ടിൽ നിന്ന് എപ്പോഴൊക്കെയാണോ പുറത്തു പോകുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക. ഇത് ഒരു പ്രാവശ്യം നമുക്ക് ഓതുവാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. ഇതൊരു ചെറിയ സൂറത്താണ്, എല്ലാവർക്കും അറിയാം ഇത് നമുക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയുമെന്ന്. മാത്രമല്ല ഇത് ഓതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വലിയ സന്തോഷം കിട്ടുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്ത് നിങ്ങൾ ഈ രീതിയിൽ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും ഞാൻ 100% ഉറപ്പ് തരുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര വലിയ കടമുണ്ടെങ്കിലും അതൊക്കെയും നിങ്ങൾക്ക് വീടിക്കിട്ടും. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കും. അത് എത്രത്തോളം നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലുള്ള, സഹായിച്ചാൽ പോലും പിന്നീടും നിങ്ങൾക്ക് ധാരാളം പണം ബാക്കി വരുന്ന രീതിയിൽ ധാരാളം സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഈ സൂറത്ത് ജീവിതത്തിൽ പതിവായിട്ട് ഓതുന്ന ആളുകൾ തൊട്ടതെല്ലാം പൊന്നാകും. അതായത് അവർ എന്ത് തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഉറപ്പായിട്ടും വിജയിക്കും, അതിൽ പരാജയമുണ്ടാകില്ല. അതിനൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൽ വിജയമായിരിക്കും ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കത് വിജയിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അത് എത്ര പ്രാവശ്യമാണോ നിങ്ങൾ വീട്ടിലേക്ക് പുറത്തു പോയി കയറി വരുന്നത് ആ സമയത്തൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. മാത്രമല്ല നിങ്ങൾ ജീവിതത്തിൽ ഇത് ധാരാളം ഓതുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതുകൊണ്ട് ധാരാളം മഹത്വങ്ങളും നേട്ടങ്ങളും ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്നുണ്ട്. അത് ഞാനൊരു മറ്റൊരു ക്ലാസ്സിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യം നിർബന്ധമായിട്ടും ജീവിതത്തിൽ ചെയ്യുക. ഒരു പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഈ സൂറത്ത് ജീവിതത്തിൽ ഈ രീതിയിലും ധാരാളം പതിവാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് കടങ്ങൾ ഉള്ളവരുടെ എല്ലാ കടങ്ങളും അല്ലാഹു വീട്ടിത്തരട്ടെ. നമ്മുടെ റിസ്കിൽ അല്ലാഹു വിശാലത നൽകട്ടെ.
ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ പഠിക്കുവാനും അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.